നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 2 ദിവസമായി ഇത്തരമൊരു വാർത്ത ലോക മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുകയാണ്. ഇറാനിലെ വാർത്താ ഏജൻസികളായ ഫാസ്, തസ്നീം എന്നീ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകളാണ് ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നെതന്യാഹുവിനെ പൊതുവേദികളിലോ പുതിയ വീഡിയോകളിലോ കാണുന്നില്ല എന്നും നെതന്യാഹു ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നുമാണ് വ്യാപക പ്രചാരണം. നെതന്യാഹുവിന്റെ ഓഫീസ് ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്നും ഇതിൽ നെതന്യാഹുവിന് ഗുരുതര പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകാമെന്നുമുള്ള സാധ്യതകളാണ് ഇറാൻ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത്. ഇസ്രായേൽ അധികൃതർ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണെന്നും സംഭവങ്ങൾ രഹസ്യമായി വെച്ചിരിക്കുകയാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണമുണ്ട്. നെതന്യാഹുവിന്റെ സഹോദരൻ ഇദോ നെതന്യാഹു, ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗ്വിർ എന്നിവരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. നെതന്യാഹുവിന്റെ വസതിക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റുവെന്നും സഹോദരൻ കൊല്ലപ്പെട്ടുവെന്നുമാണ് IRGC അനുകൂല മാധ്യമമായ തസ്നീം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ വാർത്തകൾ ഇസ്രായേൽ ശക്തമായി നിഷേധിച്ചിരിക്കുകയാണ്. മുൻ US ഇന്റലിജൻസ് ഓഫീസർ സ്കോട്ട് റിഡനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പല റിപ്പോർട്ടുകളും പുറത്തുവന്നത്. സുരക്ഷാ കാരണങ്ങളാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മരുമകൻ കുഷ്നർ ഉൾപ്പെടെയുള്ളവരുടെ ഇസ്രായേൽ സന്ദർശനം റദ്ദാക്കിയതും നെതന്യാഹുവിന്റെ വീടിനു ചുറ്റും സുരക്ഷ കർശനമാക്കിയതും ഈ അഭ്യൂഹങ്ങൾക്ക് ബലം നൽകാൻ ഇറാൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം ഇറാൻ നടത്തുന്നത് വെറും വിവരക്കേട് മാത്രമാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം നെതന്യാഹു ബീർഷബയിലെ ആക്രമണം നടന്ന സ്ഥലം സന്ദർശിച്ചതായും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി നെതന്യാഹു ഫോണിൽ സംസാരിച്ചതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ഇത്തരത്തിൽ പ്രചരണം നടത്തുന്ന വേളയിലാണ് നെതന്യാഹു നാടകീയമായി സൈനികർക്കൊപ്പം പുറത്തുവന്നത്. അതേസമയം ഇറാനിലെ ആണവ തലച്ചോറുകളെ വ്യോമാക്രമണത്തിൽ തകർത്തുവെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇറാനിലെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചതായാണ് നെതന്യാഹുവിന്റെ അവകാശവാദം. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ആയത്തുള്ള മൊജ്തബ ഖമീനി റവല്യൂഷണറി ഗാർഡിന്റെ കളിപ്പാവയാണെന്നും ഇറാനിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് തൊട്ടടുത്തെത്തിയെന്നുമാണ് ഇസ്രായേൽ എന്നും ഇറാനൊപ്പമാണെന്നും അടുത്തിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ഗാസയിലും ലബനനിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. സിഡോൺ ജില്ലയിലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 കുട്ടികളടക്കം 9 പേരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള ആണവ ബോംബുകളുടെ വികസനത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞരാണ് കൊല്ലപ്പെട്ടതെന്ന് നെതന്യാഹു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യുദ്ധത്തിൽ മൊജ്തബയ്ക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. മൊജ്തബയെ ഏറെ വൈകാതെ വധിക്കുവാനുള്ള സാധ്യതയും കുറവല്ല. അതിനിടെ മേഖലയിൽ യുദ്ധമിന്ന് 2 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ലബനനിൽ നിന്ന് ഹിസ്ബുള്ള ബുധനാഴ്ച രാത്രി 200ഓളം റോക്കറ്റുകളും 20ഓളം ഡ്രോണും ഇസ്രായേലിലേക്ക് അയച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടന്നതോടെ യുദ്ധം എങ്ങനെ അവസാനിക്കുമെന്നതിൽ ആശങ്ക തുടരുകയാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ പുറത്തുവന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പ്രസ്താവനകൾ യുദ്ധത്തിന്റെ അവസാനത്തെക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു വശത്ത് സമാധാനത്തിനായുള്ള ചർച്ചകൾ നടക്കുമ്പോഴും മറുവശത്ത് യുദ്ധം തുടരുവാനുള്ള നീക്കങ്ങൾ സജീവമാക്കുന്നതായാണ് സൂചനകൾ. അമേരിക്ക ഇതിനോടകം തന്നെ യുദ്ധത്തിൽ നിർണായകമായ സൈനിക വിജയം നേടിയെന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. കെൻട്രക്കിയിലെ ഹെബ്രോണിൽ നടന്ന റാലി സംസാരിക്കവേ ആദ്യ മണിക്കൂറിൽ തന്നെ തങ്ങൾ ജയിച്ചു കഴിഞ്ഞുവെന്ന് ട്രംപ് പറഞ്ഞു. അമേരിക്കൻ സൈന്യം ഡസൻ കണക്കിന് ഇറാനിയൻ നാവിക കപ്പലുകൾ നശിപ്പിക്കുകയും ഇറാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുകയും ചെയ്തതിലൂടെ രാജ്യത്തിന്റെ സൈനിക ശേഷിയെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കിയതായി ട്രംപ് അവകാശപ്പെടുന്നു. ഇറാന്റെ സൈനിക ശേഷിയും മേഖലയിലെ സ്വാധീനവും പൂർണ്ണമായും തകർക്കുന്നതുവരെ പോരാട്ടം തുടരും എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. അമേരിക്ക വിജയപ്രഖ്യാപനം നടത്തുമ്പോഴും ഇസ്രായേൽ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നതുവരെ പോരാട്ടം തുടരാനാണ് ആഗ്രഹിക്കുന്നത്. 3 രാജ്യങ്ങളും വ്യത്യസ്തമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ സംഘർഷത്തിന്റെ അന്ത്യം അതിന്റെ തുടക്കം പോലെ തന്നെ പ്രവചനാതീതമായി തുടരുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുവാൻ 3 നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വച്ചത്. ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. ഭാവിയിൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ഉറപ്പ് നൽകണം എന്നിവയാണ് ഇറാന്റെ നിബന്ധനകൾ.